സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കണ്ണൂരിന് സ്വർണ്ണക്കപ്പ്. കോഴിക്കോടിനെ മറികടന്ന് 3 പോയിന്റ് വ്യത്യാസത്തിലാണ് കണ്ണൂർ രക്ഷയുടെ കുട്ടികൾ കപ്പുമായി പോയിരിക്കുന്നത്. പക്ഷേ ഏകദേശം 1 മണിക്കൂർ മുമ്പ് വരെ പക്ഷേ കോഴിക്കോട് തന്നെ കപ്പ് നിലനിർത്തും, 22ാമത്തെ കപ്പുമായി അവർ നാട്ടിലേക്ക് മടങ്ങുമെന്നുള്ള ശുഭസൂചനകൾ തന്നെയായിരുന്നു ലഭിച്ചിരുന്നതെങ്കിൽ പോലും തന്നെ പിന്നീട് കാര്യങ്ങൾ മാറി മറിയായിരുന്നു. അതായത് മലയാളം നാടകത്തിലാണ് കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. മലയാളം നാടകത്തിൽ 0 ഗ്രേഡ് പോയിന്റ് മാത്രമായിരുന്നു കണ്ണൂർ ജില്ലയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അപ്പീലിലൂടെ അവർക്കത് A ഗ്രേഡായി മാറുകയും വിലപ്പെട്ട 5 പോയിന്റ് നേടിയെടുക്കാൻ സാധിക്കും. കണ്ണൂരിലേക്ക് ഈ കപ്പ് വന്നതിന്റെ അടിയാധാരം സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ കൂടിയിരിക്കുന്നത് ഒരു ഭയങ്കര സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. കാരണം നമ്മളൊരു 70-70-ഓളം നാടക പ്രവർത്തകർ അഭിനയിക്കുന്ന സിനിമ സുജിൽ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായകൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ കണ്ണൂരിലേക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ കപ്പ് എത്തിയിരിക്കുകയാണ്. ആ സ്വർണ്ണ കപ്പ്, ആ കപ്പ് കൊണ്ടുവരുന്നതിന് കുറച്ച് പോയിന്റ് സംഭാവന അവസാനത്തെ പോയിന്റ് സംഭാവന കൊടുത്ത നമ്മുടെ സുജിലിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ സിനിമയിലെ പ്രവർത്തകരെല്ലാവരും കൂടി ഈ കേക്ക് കട്ട് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തിനായിട്ട് സുജിൽ ഇതെടുക്കൂ. നമ്മുടെ ഏറ്റവും സീനിയറായ നാടക പ്രവർത്തകൻ ബാബുട്ടുണ്ട്. ബാബുട്ട ഒന്ന് സംസാരിക്കും. ഒരുപാട് സന്തോഷം. ഒരു നാടകത്തിൻ്റെ അംഗീകാരം ഒരു സിനിമാ സെറ്റിൽ വെച്ച് ആഘോഷിക്കുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. കണ്ണൂരിലേക്ക് ഈ കപ്പ് വന്നതിന്റെ അടിയാധാരം ഭയങ്കര സന്തോഷം തോന്നുന്നു. ഭയങ്കര സർപ്രൈസിങ് ആയി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ തിരക്കിലായതുകൊണ്ട്, ഷൂട്ടും പരിപാടി ആയതുകൊണ്ട് അവിടെ സംസ്ഥാന കലോത്സവത്തിന് പോകാനോ കൊല്ലത്ത് എൻ്റെ മക്കളുടെ കൂടെ അവരുടെ സന്തോഷം പങ്കിടാനോ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇവിടെ തീർന്നു എന്നുള്ളതാണ്. ഒരു നാടകത്തിൻ്റെ സന്തോഷം സിനിമയിൽ അനുഭവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, അങ്ങേയറ്റം സ്നേഹം തോന്നുന്നു. കാരണം കൂടിയുള്ളവരൊക്കെ നാടകക്കാരാണ്. ആദ്യത്തെ സിനിമയാണ്. നമ്മുടെ നാട്ടുകാരും ഒരുപാട് നാടകക്കാരുമാണുള്ളത്. എല്ലാവരും ഒന്നിച്ച് തന്നെ ഉണ്ട്.
ഏറ്റവും സന്തോഷം തോന്നിയത് പടത്തിലെ ഹീറോ ലുക്കു ആണ് വന്നതും കേക്ക് കട്ട് ചെയ്ത് ബാക്കിയതൊക്കെ. അപ്പം ഭയങ്കര ഹാപ്പിയസ്റ്റ് മൊമെൻ്റാണ്. ഇത്രയും വർക്ക് പ്രഷറിൻ്റെ ഇടയ്ക്കും ഇങ്ങനൊരു ചെറിഷബിൾ മൊമെൻ്റ് എന്ന നമ്മുടെ ഹൈടെക് ഫിലിംസും വിജയ് ലുക്കും ഒക്കെ എന്താ പറയുക, ഇതിൻ്റെ അപ്പുറം നിറയാൻ ഒരു മനുഷ്യന് പറയുന്നത് വേണ്ട എന്നുള്ളതാണ്. നമ്മുടെ സങ്കടത്തിലല്ല, നമ്മുടെ സന്തോഷത്തിലാണ് ആളുകൾ ഇങ്ങനെ പങ്കുചേർന്ന് നിൽക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പങ്കുചേർന്ന് നിൽക്കുന്നവരെയാണ് നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുക. അപ്പം ഒരുപാട് മനുഷ്യന്മാരുടെ ഇടയിൽ പെട്ടതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു.